വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞൊരു മോർണിംഗ് വ്ളോഗാണ്. രാവിലത്തെ കുറച്ച് തിക്കും തിരക്കും വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത് രാവിലെ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ അത് കാരണം കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചിട്ട് ഒരു 6-7 മണിയൊക്കെ ആവാറാകുമ്പോഴാണ് നീച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്ത കാരണം കൊണ്ട് തന്നെ എൻ്റെ കിച്ചും തുമ്പി നേരത്തെ നീച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്കൂളിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അവനെ വിളിച്ച് തട്ടി നീപ്പിക്കണം കേട്ടോ. എന്നാലാണ് അവൻ നീക്കുള്ളൂ. അല്ലെങ്കിൽ നീക്കേ ഇല്ല. ഇന്ന് കണ്ടില്ലേ നേരത്തെ നീച്ചിട്ടുണ്ട്. അവൻ്റെ ഇന്നും സ്ഥിരം പരിപാടിയാണ് കേട്ടത്. ശനി ഞായറും എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല കേട്ടോ അവർ. അന്നാണ് ഇപ്പോൾ എനിക്കൊന്നും നേരം പോലെ ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. അന്ന് അവർ ഉറങ്ങാനേ സമ്മതിക്കില്ല. അപ്പം വിളിച്ച് നീപ്പിക്കുക, അമ്മ നീക്കി എനിക്ക് ചായ ഉണ്ടാക്കി തായോ പാപ്പ ഉണ്ടാക്കി തായോ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കും കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് ഒന്നും വേണ്ട. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള കുട്ടികളാണ് ഇവർ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ബാക്കിയുള്ള പണികളിലേക്കായിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ നിറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും രാത്രി ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി അടിച്ചു വാരിയിട്ടാണ് കിടക്കുള്ളൂ. ഇന്നലെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കറണ്ട് ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾ ഇന്ന് നേരത്തെ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ അത് കാരണം ഇവിടെ അടിച്ചു വരാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് തന്നെ അന്ന് അടിച്ചു വാരി കൊടുത്തിട്ട് ബാക്കിയുള്ളിലേക്കായിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരോട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ബക്കറ്റിനുള്ള അരിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെയോ ഗുസ്തി കളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കിച്ചു ഇരുന്നിട്ട്. തുമ്പിക്കുട്ടി അത് അവൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ വായ നോക്കിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞായറാഴ്ച ആയ കാരണം കൊണ്ട് തന്നെ ഉള്ളൂ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ശനി ഞായറും നല്ല മഴയായിരിക്കും കേട്ടോ ഉണ്ടാവുക. അല്ലാത്ത ദിവസങ്ങളൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. ശനി ഞായറും എന്താണെന്നറിയില്ല, മഴ അറിഞ്ഞുകൊണ്ട് പെയ്യാന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാരണം നല്ല മഴയുണ്ട് കേട്ടോ. രാത്രി തൊട്ട് പിടിച്ച മഴയാണ്. നല്ല മഴയാണ്. രാത്രി നല്ല പെരും മഴ പെയ്തു കേട്ടോ. അപ്പോൾ അത് രാവിലേക്ക് ആ മഴ നിന്നിട്ടില്ല. അങ്ങനെ പെയ്തും കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയ കാരണം നീക്കാനൊക്കെ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പറ്റില്ല, നീക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നീച്ചു ഞാൻ. അപ്പോൾ ഫസ്റ്റ് എന്നെ അടിച്ചുവാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഞാനിതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ കത്തിച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തണുവും കാര്യങ്ങളൊക്കെ ആയ കാരണം വിറകൊക്കെ പുറത്താണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് വിറകിന് കത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ മടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പട്ടയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ കത്തുന്നുണ്ട്, പക്ഷെ അതേപോലെ തന്നെ കെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കത്തിച്ച് ലാസ്റ്റ് കെട്ടുന്നല്ല പറഞ്ഞ് ലാസ്റ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചോറും കല്ലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു. അപ്പം ഇനി അടുത്തതെന്ന് പറഞ്ഞത് ചായ വെക്കണം. ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുക്കറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലയാണ്. കടല കറി വെക്കാനുള്ളതല്ല, വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങുമല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അങ്ങനെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ പുട്ടാണ് കേട്ടോ. പുട്ടുപൊടി കണ്ടപ്പോൾ ഈ പെട്ടെന്ന് അങ്ങനെ കേട്ടോ വന്നത്. പുട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ തേങ്ങ അവിടെ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ രാവിലെ പോയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന പുട്ടുപൊടിയാണ്. നമ്മുടെ പുട്ടുപൊടി അരിപ്പൊടിയൊക്കെ തീർന്നു എന്ന് പറയാൻ പറ്റില്ല, കുറച്ചിരിക്കുന്നുണ്ട്. ഒരു പലഹാരത്തിനുള്ള ഇല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തികയില്ല. പുട്ടുണ്ടാക്കാനും തികയില്ല, ഒരു പലഹാരത്തിനും തികയില്ല. കുറച്ച് പൊടി മാത്രമേ ഇരിക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും വല്ല പലഹാരം പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ കുറച്ചൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്ലാതെ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ടും തികയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്ത് പോയിട്ടൊരു പൊട്ടുപൊടി മേടിച്ചിട്ട് വന്നു. എന്നിട്ട് അതാണ് കേട്ടോ ഇന്ന് പലഹാരം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ പൊടിയൊക്കെ എടുത്ത് നനയ്ക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ തേങ്ങയൊക്കെ ചിരകിയിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല പാകത്തിന് സെറ്റാക്കുകയാണ് കേട്ടോ. ഈ പുട്ടുപൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ടുപൊടി എന്ന് പറയുമ്പോൾ എത്ര വെള്ളം ഒഴിച്ചാലും ഇങ്ങനെ ഒരു നനവില്ലാത്ത പോലെ തോന്നും. ആ കുഴയ്ക്കണ സമയത്ത് നനവുണ്ടാവും. അത് കഴിഞ്ഞാൽ കുറച്ചാണോ ഡ്രൈ ആയിട്ടിരിക്കും. പിന്നെ പൊടി പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഒരു നനവില്ലാത്ത പോലെയല്ല ഉണ്ടാവുക. അത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മൾ വീട്ടിൽ പൊടിക്കണ പൊടിയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഇടയ്ക്കിടയ്ക്ക് കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ പൊടിയിൽ കുറേ വെള്ളം ഒഴിച്ച് കുഴച്ച് വരുമ്പോൾ നല്ലോണം പൊടിയോട് പെരുകാൻ തുടങ്ങും. അതിപ്പോൾ എല്ലാ പൊടിയും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീട്ടിൽ പൊടിക്കണമെങ്കിൽ അങ്ങനെ തന്നെയാണ് പെരുകും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പെരുക്കുണ്ടെന്നൊക്കെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ കിച്ചു ഇതൊക്കെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഇനി നേരം വിളിച്ചായി കഴിഞ്ഞാൽ രാത്രിയാണ് വരെ ഒരു പണിയില്ല. അവർ ഈ ഓട്ടവും ചാട്ടവും വീഴ്ചയും ഇതൊക്കെ തന്നെയാണ് അവരുടെ പണിയെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പുട്ടും കുറ്റിയിൽ മറ്റേ തേങ്ങയും പിന്നെ പൊടിയും ഒക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുട്ടും പാനിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. പഴവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടും
പഴമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കടലക്കറി അല്ല കേട്ടോ. കടലക്കറി വെക്കണം തന്നെ വിചാരിച്ച്, പക്ഷേ ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വേഗം എടുത്തിട്ട് കുക്കറിലിട്ടാണ് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കടലക്കറി വെക്കാത്തത്. ഇത് പുട്ടും പഴം കൂട്ടിയിട്ടാണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പുട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട്. പഴം കണ്ടില്ലേ, പഴം ഇത്രേ ഉള്ളൂ, അതും ഉണ്ട് കേട്ടോ. കിച്ചു പറഞ്ഞിട്ടാണ് കേട്ടോ പഴം വാങ്ങിച്ചിട്ട് വന്നത്. അവന് പുട്ടും പഴവും കഴിക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ കറി വെക്കണം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് കറി വെക്കാത്തത്. പഴം എന്നാൽ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പപ്പടം ഇല്ല കേട്ടോ. എനിക്ക് പപ്പടം കൂട്ടിയിട്ട് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. ഞാൻ ഇതുവരെ കഴിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഏട്ടന് നല്ല ഇഷ്ടമാണ് പപ്പടം, പുട്ടും പപ്പടം കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പപ്പടം ഇല്ല, തീർന്നിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കാരണം പപ്പടം ക്യാൻസൽ. അപ്പോൾ ഞാൻ പുട്ടും ഒക്കെ കഴിക്കൽ കഴിഞ്ഞു. ഞങ്ങളുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞോട്ട് ഈ ഒരു സമയത്ത്. ചായ കുടിക്കണമെന്ന് ഞാൻ കാണിച്ചില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് അടിച്ച് വാരി കൊടുക്കുകയാണ് കേട്ടോ. നിറയെ പൊടിയും കാര്യങ്ങളും. പിന്നെ പുട്ടിപ്പോൾ കഴിച്ചതിൻ്റെ അവിടെ ഇപ്പോൾ പൂരപ്പറമ്പാക്കിയിട്ടാണ് ഇട്ടിറക്കുന്നത് എൻ്റെ കുട്ടികൾ കഴിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒന്ന് അടിച്ച് വാരി കൊടുത്തിട്ട് ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട്. എന്നിട്ട് വേണം മുറ്റടിച്ച് വരാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ ഞാൻ ഈ വോയിസ് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. പിന്നെ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉറങ്ങാൻ നിന്ന് കഴിഞ്ഞ് വോയിസ് പറയലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതൊന്നും നോക്കാതെ ഞാൻ വേഗം പറയണത്. അപ്പോൾ നമ്മുടെ കിച്ചു കണ്ടില്ല, അവനാണെങ്കിൽ എൻ്റെ പിന്നാലെ നടക്കൂട്ടോ. അവൻ അങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട് ഞാനിവിടെ എന്താ കാണിക്കണമെന്നൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ട്. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒന്ന് അടിച്ചു ഫസ്റ്റ് ഇവിടെ ഒന്ന് മാറാല തട്ടി കൊടുത്തു. മൊത്തത്തിൽ മാറാല തട്ടിയിട്ടില്ല, കാണുന്നിടത്ത് എത്തണോടത്തൊക്കെ ഞാനൊന്ന് വെറുതെ തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മാത്രമുള്ള മാറാലൊന്നും പെരുകിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഓട് വീടല്ലേ, സാധാരണ ഓട് വീട്ടിലൊക്കെ പെട്ടെന്ന് തന്നെ മാറാലയും കാര്യങ്ങളൊക്കെ പിടിക്കും. പക്ഷെ ഓവറായിട്ടില്ല. അപ്പത്തിന് ഞാൻ വെറുതെ കുറച്ചൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അകം അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ അകത്ത് നിറയെ പൊടിയും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഇവർ പുട്ട് കഴിച്ചിട്ടും അങ്ങനെ കുറേ അലങ്കോലാക്കിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് പുറത്തേക്ക് ആക്കിയിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അന്ന് വെള്ളം വരേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പ് ഒന്ന് ഓണാക്കി നോക്കി വെള്ളം വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഒരു 7:30-8 മണി ആ ഒരു ടൈമിലാണ് വെള്ളം വരിക. ഒരു 12:30 വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്നരടം വെള്ളം വരും. അപ്പോൾ ഒന്ന് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അത് ഡ്രമ്മിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിലേക്ക് വെള്ളം കമ്മിയാണ്. അപ്പോൾ അത് കാരണം ഫസ്റ്റ് തന്നെ അതിലേക്ക് നിറയ്ക്കണം. എന്നിട്ട് വേണം നമുക്ക് അകത്തേക്കൊക്കെ വെള്ളം പിടിക്കാനായിട്ട്. അപ്പോഴത്തേനും വേഗം മുറ്റടിച്ച് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചും തുമ്പി അകത്ത് എന്തൊക്കെയോ പണിയിലാണ് കേട്ടോ. അവർ എന്തൊക്കെയോ അവിടെ എന്താ പറയുക, ഒരുമാതിരി സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, കാറ് പൊളിക്കുന്നുണ്ട്, കളിക്കുകയാണ്. സത്യത്തിൽ തല്ലൂടൊന്നുമല്ല, തല്ലൂട്ടം ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. ഇവർ കളിച്ച് ലാസ്റ്റ് ഒരു അടിയിലേക്കാണ് ചെല്ലുക. അപ്പോൾ രണ്ടുപേരുടെ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ടർക്കികളുണ്ടല്ലോ, അവർ ചെറുപ്പത്തിലുള്ള ടർക്കികളാണ് കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോഴുള്ള അപ്പോൾ വാങ്ങിച്ചാണ്. ആ ടർക്കികളൊക്കെ ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല, ഇപ്പോഴും വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ എടുത്തിട്ട് വന്നിട്ട് ഈ തിണ്ടത്തു കൂടെ വിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക, ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊക്കെ സെറ്റപ്പിലാണ്. അപ്പോൾ മഴ കണ്ടില്ലേ, ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിലാണ് അടിച്ചു വാരിയത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കൂടെ കൊടുന്നിട്ടിട്ടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇന്നത്തെ പാത്രങ്ങളാണ് കേട്ടോ. രാത്രി ഒന്നും ഞാൻ കഴുകാറില്ല എന്നറിയുമല്ലോ. അപ്പോൾ അത് കാരണം വേഗം അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു. നമ്മുടെ കാക്കകളാണെന്നുണ്ടെങ്കിലോ ഞാനിവിടെ എന്താ കൊട്ടുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ്. അവരിവിടെ നിന്ന് പോവുകയില്ല കേട്ടോ. കാക്ക, മയിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും കേട്ടോ ഇത് കൂടെ. ഇവിടെ ഞങ്ങൾ തന്നെ എന്താ പറയുക, ചോറൊക്കെ അവിടെ ആ ഭാഗത്ത് തന്നെ കൊട്ടാറ്, ബാക്കി വന്ന ചോറൊക്കെ കേട്ടോ. പക്ഷെ അധികം ചോറല്ല, നമ്മൾ എന്തായാലും കുറച്ചൊക്കെ ബാക്കി വരുമല്ലോ. ഇതൊക്കെ അവർ കഴിച്ചിട്ട് പോട്ടോ. എല്ലാ ഇഴജന്തുക്കളല്ല, എല്ലാ ജന്തുക്കളും ഉണ്ടാവും കേട്ടോ. കാക്ക, മയിൽ, പിന്നെ അതുപോലെ തന്നെ പട്ടി, പൂച്ച എല്ലാം ഉണ്ടാവും. അവരൊക്കെ അത് തിന്നിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അടുത്ത പണിയിലേക്കാണ് കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകിയിട്ട് ഞാൻ ആ തിണ്ടത്തൊക്കെ കൊണ്ടുവച്ചു. എന്നിട്ട് ബാക്കിയുള്ളതും കൂടിയാണ് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടും കൂടെ ഓടിയോണ്ട് നടക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ വീഡിയോയും ചാനലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ, അത് ചെയ്തോളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാനിത് കോവയ്ക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മസാലയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് കൊടുക്കാൻ കേട്ടോ. ഞങ്ങളിങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുക്കുക ചെയ്യുക. ഉപ്പേരിയായിട്ട് അങ്ങനെ വെക്കാം കേട്ടോ. ഇങ്ങനെ വെക്കണമാണ് ഇഷ്ടം എല്ലാവർക്കും. ഞങ്ങളെല്ലാവർക്കും ഇങ്ങനെ വെക്കണം തന്നെ ഇഷ്ടം. നന്നായി കഴിക്കും കേട്ടോ. കുട്ടികളാണെങ്കിലും കഴിക്കും. ഉപ്പേരി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞങ്ങൾ വെക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ കോവയ്ക്ക കുറച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ അരിഞ്ഞ് വറക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിയുമ്പോൾ നമ്മളടുത്ത് കൂട്ടാൻ പണിയിലേക്ക് കണ്ടിട്ട് പോകണം. ഇന്ന് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പം ഇന്ന് മീൻ കറിയാണ് വെക്കുന്നത്. അപ്പം എന്നാൽ അതോട് വേഗം കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്കുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല എല്ലാം ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മസാല ആക്കി എടുക്കുന്നുണ്ട്.
അവസാനം നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ട് നല്ല തിളക്കിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അധികം വെള്ളം പോലെ അല്ല വെച്ചിറക്കുന്നത്, കുറച്ച് ഒരു ടൈറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. വലിയ കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര മഴയാണ് പറഞ്ഞാൽ രാത്രിയും പകലും ഒക്കെ നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.